ഡിയർ ഫ്രണ്ട്സ്, നീനാസ് PSC പോയിൻറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം 1945 ഒക്ടോബർ 24 സ്ഥാപിതമായ സംഘടനയാണ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ അഥവാ UNO. UNOവിൻ്റെ ഒരു പ്രധാന ഏജൻസിയാണ് യുനെസ്കോ, അതായത് യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. സ്ഥാപിതമായ തീയതി 1945 നവംബർ 16. യുനെസ്കോവിൻ്റെ ആസ്ഥാനം പാരീസ്. ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ഫ്രഞ്ചുകാരിയായ ഓദ്രെ അസൗലെ. ലോകത്തിലെ വിവിധ സ്ഥലങ്ങളിലെ കൾച്ചറൽ ഹെറിറ്റേജ് അഥവാ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ യുനെസ്കോ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട്. കൾച്ചറൽ ആൻഡ് നാച്ചുറൽ ഹെറിറ്റേജിൻ്റെ സംരക്ഷണം ലക്ഷ്യമാക്കി യുനെസ്കോ നടത്തിയ ആദ്യത്തെ കൺവെൻഷൻ നടന്നത് 1972 നവംബർ 16. പിന്നീട് ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജിൻ്റെ സംരക്ഷണം ലക്ഷ്യമാക്കി മറ്റൊരു കൺവെൻഷൻ കൂടി യുനെസ്കോ നടത്തി. തീയതി 2003 ഒക്ടോബർ 17. ഇവിടെ ടാഞ്ചിബിൾ ഹെറിറ്റേജ്, ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് എന്നിവയുടെ വ്യത്യാസം മനസ്സിലാക്കുക. പഴയ കാലത്ത് ഉണ്ടായതും ഇന്നും പ്രസക്തിയുള്ളതുമായ മന്ദിരങ്ങൾ, ചരിത്രസ്ഥലങ്ങൾ, സ്മാരകങ്ങൾ, പുരാവസ്തുക്കൾ തുടങ്ങിയവ ടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജിൽ പെടുന്നു. ഉദാഹരണം താജ്മഹൽ, റെഡ് ഫോർട്ട് എന്നിവ. ഇൻടാഞ്ചിബിൾ എന്നാൽ അണ്ണബിൾ ടു ബി ടച്ച്ഡ്, നോട്ട് ഹാവിങ് ഫിസിക്കൽ പ്രസൻസ്, തൊട്ടറിയാൻ കഴിയാത്തത്, അനുഭവിച്ചറിയാൻ മാത്രം കഴിയുന്നത് എന്നൊക്കെ അർത്ഥം. ഉദാഹരണം ദുർഗാപൂജ, കുംഭമേള എന്നിവ. അദൃശ്യമായ എന്നാൽ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്ന ഇത്തരം 15 ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജിനെ യുനെസ്കോ അംഗീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ 15 ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജുകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഓറൽ ട്രഡിഷൻസ്, പെർഫോമിംഗ് ആർട്സ്, സോഷ്യൽ പ്രാക്ടീസസ്, റിച്വൽസ്, ഫെസ്റ്റീവ് ഇവൻറ്റ്സ്, നോളേജ് കൺസേണിംഗ് നേച്ചർ, ട്രഡീഷണൽ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് എന്നിങ്ങനെ പഴമയിൽ ആരംഭിച്ച് ഇപ്പോഴും നിലനിൽക്കുന്നതുമായ പാരമ്പര്യം, കല, സാമൂഹ്യ ആചാരം, ഉത്സവങ്ങൾ, പരമ്പരാഗത കരകൗശല വിദ്യ എന്നിവയാണ് യുനെസ്കോവിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ലിസ്റ്റ് ഓഫ് ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റിയിൽ ഉള്ളത്. അവയെക്കുറിച്ചാണ് ഇന്നത്തെ പഠനം. 2008 യുനെസ്കോ ആദ്യമായി റെപ്രസെൻറ്റേറ്റീവ് ലിസ്റ്റ് ഓഫ് ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റി പ്രസിദ്ധീകരിച്ചപ്പോൾ ഇന്ത്യയിൽ നിന്ന് ലിസ്റ്റിൽ ഉൾപ്പെട്ട 3 ഇനങ്ങളാണ് കൂടിയാട്ടം, ട്രഡീഷൻ ഓഫ് വേദിക് ചാൻറ്റിംഗ്, രാംലീല എന്നിവ. കൂടിയാട്ടം, ട്രഡീഷൻ ഓഫ് വേദിക് ചാൻറ്റിംഗ്, രാംലീല. കൂടിയാട്ടം ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ കലാരൂപമാണ് കേരളത്തിൻ്റെ സംസ്കൃത നാടകവേദിയായ കൂടിയാട്ടം. സംസ്കൃത നാടകങ്ങളും കേരളത്തിലെ പ്രാചീനമായ അഭിനയ രീതികളും സമ്മേളിച്ച കേരളത്തിലെ ഏറ്റവും പഴയ രംഗകലയാണ് കൂടിയാട്ടം. നൃത്തത്തെക്കാൾ അഭിനയത്തിന് പ്രാധാന്യം നൽകുന്നതിനാൽ കൂടിയാട്ടത്തിനെ അഭിനയത്തിൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കുന്നു. ക്ഷേത്രവളപ്പിലുള്ള കൂത്തമ്പലത്തിൽ നിലവിളക്കിന് മുന്നിലാണ് കൂടിയാട്ടം അവതരിപ്പിക്കുന്നത്. രാമായണം, മഹാഭാരതം, പുരാണങ്ങൾ എന്നിവയാണ് കൂടിയാട്ടത്തിൻ്റെ പ്രമേയമായി തിരഞ്ഞെടുക്കുന്നത്. കഥാപാത്രങ്ങളായും വിദൂഷകനായും വേഷമിടുന്നത് ചാക്യാർ, നങ്ങ്യാർ എന്നീ സമുദായക്കാരാണ്. പൂർണ്ണ രൂപത്തിൽ ഒരു കൂടിയാട്ടം അവതരിപ്പിക്കാൻ 41 ദിവസം വേണ്ടിവരും. അടുത്തത് ട്രഡീഷൻ ഓഫ് വേദിക് ചാൻറ്റിംഗ്.
വേദോച്ചാരണ പാരമ്പര്യം. ഏകദേശം 3500 കൊല്ലങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ട തത്വചിന്ത, സംസ്കൃത കവിത, പുരാണം, സംഗീതം, മന്ത്രങ്ങൾ മുതലായവയുടെ അക്ഷയഖനിയാണ് വേദങ്ങൾ. ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം ഇവയാണ് 4 വേദങ്ങൾ. ഓൾഡസ്റ്റ് അൺബ്രോക്കൺ ആൻഡ് ഓറൽ ട്രഡീഷൻ ഇൻ എക്സിസ്റ്റൻസ്, അതായത് ലോകത്തിലെ ഏറ്റവും പഴയതും ഇന്നും നിലനിൽക്കുന്നതുമായ സാംസ്കാരിക പാരമ്പര്യം ആണ് വേദങ്ങൾ. വേദശ്ലോകങ്ങൾ, മന്ത്രങ്ങൾ എന്നിവ താളഭംഗിയോടെയും ഉച്ചാരണശുദ്ധിയോടെയും ആയിരക്കണക്കിന് വർഷങ്ങളായി വായ്മൊഴികളിലൂടെ തലമുറകളിലേക്ക് പകർന്നു നൽകപ്പെടുന്നു എന്നതാണ് 2008 ട്രഡീഷൻ ഓഫ് വേദിക് ചാൻറ്റിംഗ് യുനെസ്കോ ലിസ്റ്റിൽ ഇടം പിടിക്കാൻ കാരണം. അടുത്തത് രാംലീല. ശ്രീരാമകഥയുടെ നാടകീയ ആവിഷ്കരണമാണ് രാംലീല. രാംലീല എന്നാൽ രാമാസ് പ്ലേ. തുളസിദാസ് എഴുതിയ രാമചരിത് മാനസ് അടിസ്ഥാനമാക്കി രാമൻ്റെ ജീവിതം, വനവാസം, സീതാപഹരണം, ഒടുവിൽ രാവണവധം എന്നിങ്ങനെ അവതരിപ്പിക്കപ്പെടുന്നു. ഒടുവിൽ രാവണൻ്റെ രൂപം കത്തിച്ചുകൊണ്ട് തിന്മയുടെ മേൽ നന്മ നേടിയ വിജയം ആഘോഷിക്കുന്നു. ദസറ ആഘോഷക്കാലത്ത് രാംലീല അരങ്ങേറുന്ന പ്രധാന സ്ഥലങ്ങൾ വടക്കേ ഇന്ത്യയിലെ അയോധ്യ, രാംനഗർ, ബനാറസ്, വൃന്ദാവൻ, അൽമോറ, സത്ന, മധുബാനി എന്നിവ. ഓർക്കുക, 2008 യുനെസ്കോവിൻ്റെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിൽ ചേർക്കപ്പെട്ട 3 ഇനങ്ങൾ കൂടിയാട്ടം, വേദോച്ചാരണ പാരമ്പര്യം, രാംലീല എന്നിവ. ഇവയോർക്കാൻ ഒരു കോഡ്: രാമനും ലീലയും കൂടി വേദം പാടി, രാമനും ലീലയും കൂടി വേദം പാടി, രാമനും ലീലയും രാംലീല, കൂടി കൂടിയാട്ടം, വേദം പാടി വേദോച്ചാരണ പാരമ്പര്യം. അടുത്തത് റമ്മൻ. 2009 യുനെസ്കോ അംഗീകരിച്ച ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ആണ് റമ്മൻ. ഉത്തരാഖണ്ഡിലെ ഗർവാൾ പ്രദേശത്തെ സലൂർ, ദുംഗ്ര എന്നീ ഗ്രാമങ്ങളിലെ മതപരമായ ഉത്സവവും അനുഷ്ഠാന കലാരൂപവുമാണ് റമ്മൻ. ഗ്രാമത്തിൻ്റെ കുലദേവതയായ ഭൂമിയാൽ ദേവിക്കുള്ള സമർപ്പണമാണ് റമ്മൻ. രാമായണം കഥ അടിസ്ഥാനമാക്കി നാടകം, നൃത്തം, സംഗീതം എന്നിവയുടെ മിശ്രണത്തിലൂടെ ഒരുക്കിയതാണ് റമ്മൻ എന്ന കലാരൂപം. രാമായണ കഥാപാത്രങ്ങളുടെ അവതരണം, ഗണേശ ആരാധന, ഭണ്ഡാരികൾ അവതരിപ്പിക്കുന്ന നരസിംഹമൂർത്തിയുടെ മുഖംമൂടി നൃത്തം എന്നിവ ഇതിലടങ്ങിയിരിക്കുന്നു. ബൈശാഖി വിളവെടുപ്പിനു ശേഷം ഏപ്രിൽ മാസത്തിൽ ഗ്രാമീണർ ഒന്നാകെ പങ്കെടുക്കുന്ന ഉത്സവമാണ് റമ്മൻ. അടുത്തത് ബുദ്ധിസ്റ്റ് ചാൻറ്റിംഗ് ഓഫ് ലഡാക്ക്. ബുദ്ധസൂക്തങ്ങളുടെ മന്ത്രണം. യുനെസ്കോ അംഗീകരിച്ച വർഷം 2012. ബുദ്ധമഠങ്ങളിലും ക്ഷേത്രങ്ങളിലും ബുദ്ധപുരോഹിതരായ ലാമമാർ ബുദ്ധതത്വങ്ങളും സൂക്തങ്ങളും മന്ത്രണം ചെയ്യുന്നതാണ് ബുദ്ധിസ്റ്റ് ചാൻറ്റിംഗ്. ട്രാൻസ് ഹിമാലയൻ പ്രദേശമായ ലഡാക്കിലാണ് ഈ പാരമ്പര്യം ഏറ്റവും നിലനിൽക്കുന്നത്. ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ, ആചാരങ്ങൾ എന്നിവയ്ക്കൊപ്പമുള്ള മന്ത്രജപങ്ങൾക്ക് അകമ്പടിയായി ഡ്രംസ്, ട്രംപറ്റ്സ്, സിംബൽസ്, ബെൽസ് തുടങ്ങിയ പാരമ്പര്യ സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കപ്പെടുന്നു. ബുദ്ധമതത്തിലെ 2 പ്രധാന വിഭാഗങ്ങളായ മഹായാനം, വജ്രയാനം എന്നിവയ്ക്ക് പ്രത്യേകതരം മന്ത്രണങ്ങളാണ് ഉള്ളത്. ഓർക്കുക, യുനെസ്കോ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിൽ റമ്മൻ ഉൾപ്പെടുത്തപ്പെട്ട വർഷം 2009. ബുദ്ധിസ്റ്റ് ചാൻറ്റിംഗ് ഓഫ് ലഡാക്ക് ഉൾപ്പെടുത്തപ്പെട്ട വർഷം 2012. റമ്മൻ ആഘോഷിക്കപ്പെടുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്.
ബുദ്ധിസ്റ്റ് ചാൻറ്റിംഗ് ലഡാക്ക്. ഇനി 2010 ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇടം നേടിയ 3 ഇന്ത്യൻ അദൃശ്യ പൈതൃകങ്ങൾ: മുടിയേറ്റ്, ചൗ ഡാൻസ്, കൽബലിയ സോങ്സ് ആൻഡ് ഡാൻസ്. മുടിയേറ്റ്, ചൗ ഡാൻസ്, കൽബലിയ സോങ്സ് ആൻഡ് ഡാൻസ്. മുടിയേറ്റ് യുനെസ്കോ അംഗീകരിച്ച കേരളത്തിലെ 2ാമത്തെ പൈതൃക കലാരൂപമാണ് മുടിയേറ്റ്. ദേവിയായ ഭദ്രകാളിയും അസുരനായ ദാരികനും തമ്മിലുള്ള യുദ്ധം അവതരിപ്പിക്കുന്ന അനുഷ്ഠാന കലയാണ് മുടിയേറ്റ്. മുടിയേറ്റ് അവതരിപ്പിക്കുന്ന ദിവസം ഭഗവതിക്കാവിൻ്റെ മുറ്റത്ത് പഞ്ചവർണ്ണപ്പൊടി കൊണ്ട് ഭദ്രകാളി കളം വരക്കുന്നു. കളം പൂജ, കളം പാട്ട്, താലപ്പൊലി, തിരിയൊഴിച്ചിൽ എന്നിവ കഴിഞ്ഞ് കളം മായ്ച്ചതിനു ശേഷമാണ് മുടിയേറ്റ് തുടങ്ങുന്നത്. കുറുപ്പ്, മാരാർ എന്നീ വിഭാഗത്തിൽപ്പെട്ടവരാണ് മുടിയേറ്റ് അവതരിപ്പിക്കുന്നത്. ചാക്യാർകൂത്തിനോടും കഥകളിയോടും സാമ്യമുള്ള മുടിയേറ്റിൻ്റെ അരങ്ങേറ്റ കേന്ദ്രങ്ങൾ പ്രധാനമായും തിരുവിതാംകൂറും കൊച്ചിയുമാണ്. അടുത്തത് ചൗ ഡാൻസ്. ഈസ്റ്റേൺ ഇന്ത്യയിലെ ഒഡീഷ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ അതിർത്തിയിലെ ഗോത്രവർഗ പ്രദേശങ്ങളിലെ പ്രധാന നാടോടി നൃത്തമാണ് ചൗ ഡാൻസ്. ആയോധന കലയും നാടോടി പാരമ്പര്യവും ഇഴചേർന്ന കലയാണ് ചൗ ഡാൻസ്. രാമായണം, മഹാഭാരതം, പുരാണങ്ങൾ, നാടോടി കഥകൾ എന്നിവയാണ് ചൗ ഡാൻസിൻ്റെ പ്രമേയം. ചൗ ഡാൻസിന് 3 വ്യത്യസ്ത സ്റ്റൈലുകളുണ്ട്: മയൂർഭഞ്ച്, സറൈക്കല്ല, പുരുലിയ എന്നിവ. ജാർഖണ്ഡിലാണ് സറൈക്കല്ല, പശ്ചിമ ബംഗാളിൽ പുരുലിയ, ഒഡീഷയിൽ മയൂർഭഞ്ച്. ഇവയിൽ സറൈക്കല്ല, പുരുലിയ എന്നിവയിൽ മാസ്ക് വെച്ചാണ് നൃത്തം. സ്പ്രിംഗ് ഫെസ്റ്റിവലായ ചൈത്രപർവത്തോടനുബന്ധിച്ചാണ് മയൂർഭഞ്ച്, സറൈക്കല്ല എന്നിവ അവതരിപ്പിക്കപ്പെടുന്നത്. സൺ ഫെസ്റ്റിവലിനോടനുബന്ധിച്ചാണ് പുരുലിയ ചൗ ഡാൻസ്. നർത്തകരുടെ താളാത്മക നൃത്തത്തിന് നാടോടി സംഗീതം പൊഴിക്കുന്നത് മൊഹുരി, ഷഹനായി എന്നീ സുഷിരവാദ്യങ്ങൾ. അടുത്തത് കൽബലിയ നാടോടിപ്പാട്ടുകൾ, നൃത്തങ്ങൾ. രാജസ്ഥാനിലെ സ്നേക്ക് ചാമേഴ്സ് അഥവാ പാമ്പാട്ടികൾ ഉൾക്കൊള്ളുന്ന കൽബലിയ സമുദായക്കാരുടെ പാരമ്പര്യ നൃത്തമാണ് കൽബലിയ. മുമ്പ് പ്രൊഫഷണൽ പാമ്പുപിടുത്തക്കാരായിരുന്ന കൽബലിയ വർഗക്കാർ പഴയ തൊഴിലിനെ സംഗീതത്തിലും നൃത്തത്തിലും പുനഃസൃഷ്ടിച്ച് ആവിഷ്കരിക്കുന്നു. കറുത്ത സ്കേർട്ടണിഞ്ഞ കൽബലിയ സ്ത്രീകൾ പാമ്പിൻ്റെ ചലനമനുകരിച്ച് നൃത്തം ചെയ്യുമ്പോൾ ഖഞ്ചാരി താളവാദ്യവും പാമ്പിനെ പിടിക്കാൻ ഊതുന്ന പൂങ്കി എന്ന വാദ്യവും ആയി സംഗീതം നൽകുന്നത് പുരുഷന്മാർ. കൽബലിയയുടെ കാവ്യഭാവന നിറഞ്ഞ ഗാനങ്ങളും നാഗനൃത്തവും യാതൊരു ടെക്സ്റ്റും ട്രെയിനിങ്ങും ഇല്ലാതെ വായ്മൊഴിയിലൂടെയാണ് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഓർക്കുക, 2010 യുനെസ്കോ അംഗീകരിച്ച 3 ഇന്ത്യൻ അദൃശ്യ പൈതൃകങ്ങൾ: മുടിയേറ്റ്, ചൗ ഡാൻസ്, കൽബലിയ. മുടിയേറ്റ് കേരളം, ചൗ ഡാൻസ് ഒഡീഷ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, കൽബലിയ രാജസ്ഥാൻ. ഇനി ഇവ ഓർക്കാനൊരു കോഡ്: ചൗഡാൻ 10 കല്ലുകളെടുത്ത് മുടിയിലേക്കെറിഞ്ഞു. ചൗഡാൻ 10 കല്ലുകളെടുത്ത് മുടിയിലേക്കെറിഞ്ഞു. ചൗഡാൻ ചൗ ഡാൻസ്. കല്ലുകൾ കൽബലിയ. മുടിയിലെറിഞ്ഞു മുടിയേറ്റ്. 10 എന്നത് 2010. അടുത്തത് സങ്കീർത്തന. മണിപ്പൂർ സംസ്ഥാനത്തിലെ വൈഷ്ണവ വിശ്വാസികൾ നടത്തുന്ന അനുഷ്ഠാന ഗാന നൃത്ത കലാരൂപമാണ് സങ്കീർത്തന. സങ്കീർത്തനയെ യുനെസ്കോവിൻ്റെ അദൃശ്യ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 2013. റിച്വൽ സിംഗിങ്, ഡ്രമ്മിങ് ആൻഡ് ഡാൻസിങ് ഇവ ചേർന്നതാണ് സങ്കീർത്തന.
റിച്വൽ സിംഗിങ്, ഡ്രമ്മിങ് ആൻഡ് ഡാൻസിങ്. സങ്കീർത്തനയുടെ ആരംഭം 15-ാം നൂറ്റാണ്ടിലാണെന്ന് പറയപ്പെടുന്നു. ശ്രീകൃഷ്ണൻ്റെ ജീവിതവും പ്രവൃത്തികളും പാട്ടിലൂടെയും നൃത്തത്തിലൂടെയും വിവരിക്കുന്ന സങ്കീർത്തനയിൽ പ്രധാനമായും 2 ഡ്രമ്മർമാരും 10 ഗായക നർത്തകരുമാണ് ഉള്ളത്. ഇവർ ക്ഷേത്രത്തിനുള്ളിലെ രംഗവേദിയിലെത്തും. പരമ്പരാഗതമായി ഉപദേഷ്ടാവിൽ നിന്ന് ശിഷ്യനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന സങ്കീർത്തന എന്ന കലാരൂപം മണിപ്പൂരിലെ വൈഷ്ണവ സമൂഹത്തിനുള്ളിൽ ഒരു ഏകീകൃത ശക്തിയായി പ്രവർത്തിക്കുന്നു. അടുത്തത് ട്രഡീഷണൽ ബ്രാസ് ആൻഡ് കോപ്പർ ക്രാഫ്റ്റ് ഓഫ് യൂട്ടൻസിൽ മേക്കിംഗ്. ട്രഡീഷണൽ ബ്രാസ് ആൻഡ് കോപ്പർ ക്രാഫ്റ്റ് ഓഫ് യൂട്ടൻസിൽ മേക്കിംഗ് ഇൻ പഞ്ചാബ്. പഞ്ചാബിലെ ജണ്ഡിയാല ഗുരു എന്ന സ്ഥലത്തെ തതേര വർഗ്ഗക്കാർ പാരമ്പര്യമായി തുടർന്നു വരുന്ന പിച്ചളയുടെയും ചെമ്മിൻ്റെയും പാത്രനിർമ്മാണ വിദ്യയാണ് 2014 യുനെസ്കോ അംഗീകാരം ലഭിച്ച മറ്റൊരു ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ്. ആരോഗ്യത്തിന് ഗുണകരമായ ചെമ്പ്, പിച്ചള, മറ്റു ചില ലോഹസങ്കരങ്ങൾ എന്നിവയാണ് പാത്രനിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നത്. നൂറ്റാണ്ടുകളായി സംരക്ഷിക്കപ്പെടുന്ന ഈ നിർമ്മാണ വിദ്യ അച്ഛനിൽ നിന്ന് മകനിലേക്ക് എന്ന തരത്തിൽ വാമൊഴിയായി പകർന്നു നൽകപ്പെടുന്നു. ഓർക്കുക, സങ്കീർത്തന മണിപ്പൂർ. യുനെസ്കോ അംഗീകരിച്ച വർഷം 2013. ബ്രാസ് ആൻഡ് കോപ്പർ ക്രാഫ്റ്റ് സംസ്ഥാനം പഞ്ചാബ്. യുനെസ്കോ പട്ടികയിൽ രേഖപ്പെടുത്തിയ വർഷം 2014. ഇനി 2016 യുനെസ്കോ ലിസ്റ്റിൽ ഇടം നേടിയ 2 ഇന്ത്യൻ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജുകൾ. അവ നവറോസ്, യോഗ എന്നിവ. നവറോസ്, യോഗ. ആദ്യം നവറോസ്. നവറോസ് എന്നാൽ ന്യൂ ഡേ എന്നാണ് പേർഷ്യൻ ഭാഷയിലെ അർത്ഥം. പേർഷ്യൻ പുതുവത്സര ദിനമാണ് നവറോസ് എന്നറിയപ്പെടുന്നത്. പ്രാചീന പേർഷ്യയിലാണ് നവറോസ് ആഘോഷം തുടങ്ങിയതെന്ന് കരുതപ്പെടുന്നു. ഇതിൻ്റെ സാംസ്കാരിക സ്വാധീനത്തിൽ ഇന്ത്യ, ഇറാൻ, ഇറാഖ്, മറ്റു ചില സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവയിലും നവറോസ് ആഘോഷിക്കപ്പെടുന്നു. വസന്തകാലത്തിൻ്റെ ആദ്യ ദിവസമാണ് നവറോസ് ദിനം. ഇത് മിക്കവാറും മാർച്ച് 21-നോ ഒരു ദിവസം മുമ്പോ പിമ്പോ ആയിരിക്കും. ഇന്ത്യയിൽ നവറോസ് പ്രധാനമായും ആഘോഷിക്കപ്പെടുന്നത് പാർസി സമുദായക്കാരുടെ ഇടയിലാണ്. അടുത്തത് യോഗ. യോഗാസനങ്ങൾ, ധ്യാനം, ശ്വാസനിയന്ത്രണം, മന്ത്രോച്ചാരണം തുടങ്ങിയവയിലൂടെ മനുഷ്യനെ ശാരീരികവും മാനസികവും ആത്മീയവുമായ ഉന്നതിയിലേക്ക് നയിക്കുന്നതാണ് യോഗ. ഇന്ത്യ ലോകത്തിന് നൽകിയ സംഭാവനയാണ് യോഗ. യോഗയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് പതഞ്ജലി മഹർഷിയാണ്. ഇൻ്റർനാഷണൽ യോഗ ഡേ ആയി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ച ദിവസം ജൂൺ 21. ഓർക്കുക, നവറോസ്, യോഗ എന്നിവയെ യുനെസ്കോ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിൽ പെടുത്തിയ വർഷം 2016. ഇവ ഓർക്കാനൊരു കോഡ്: നവയോഗം 16, നവയോഗം 16, നവറോസ്, യോഗം യോഗ 16 എന്നത് 2016. അടുത്തത് കുംഭമേള. കുംഭമേളയെ യുനെസ്കോ അദൃശ്യ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 2017. ലോകത്തിൽ തന്നെ ഏറ്റവും അധികം ഭക്തന്മാർ സമാധാനപരമായി ഒത്തുചേരുന്ന ഒരു റിലീജിയസ് ഫെസ്റ്റിവലാണ് കുംഭമേള. പ്രയാഗ്രാജ്, ഹരിദ്വാർ, ഉജ്ജയിനി, നാസിക് എന്നിവയാണ് കുംഭമേള നടക്കുന്ന 4 സ്ഥലങ്ങൾ. 12 വർഷത്തിലൊരിക്കലാണ് സാധാരണയായി കുംഭമേള നടക്കുന്നത്.
6 വർഷത്തിലൊരിക്കൽ ഹരിദ്വാറിലും പ്രയാഗ്രാജിലും നടക്കുന്ന കുംഭമേള അർദ്ധ കുംഭമേള എന്ന് അറിയപ്പെടുന്നു. 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന കുംഭമേള അറിയപ്പെടുന്നത് പൂർണ്ണ കുംഭമേള എന്നാണ്. 144 വർഷത്തിലൊരിക്കൽ നടക്കുന്നതാണ് മഹാകുംഭമേള. 2025 ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി പ്രയാഗ്രാജിൽ നടന്നത് മഹാകുംഭമേളയാണ്. പാലാഴി മഥനം കഴിഞ്ഞ് ഉയർന്നു വന്ന അമൃത കുംഭത്തിൽ നിന്ന് അമൃത് പ്രയാഗ്രാജ്, ഹരിദ്വാർ, ഉജ്ജയിനി, നാസിക് എന്നിവിടങ്ങളിൽ തുളുമ്പി വീണു എന്നാണ് വിശ്വാസം. ഇവിടുത്തെ നദികളിൽ അമൃതിൻ്റെ സാന്നിധ്യം സങ്കല്പിക്കപ്പെടുന്നു. അടുത്തത് കൊൽക്കത്തയിലെ ദുർഗാപൂജ. കൊൽക്കത്തയിലെ ദുർഗാപൂജ യുനെസ്കോ ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇടം നേടിയ വർഷം 2021. ഹിന്ദു മാതൃദേവതയായ ദുർഗയെ ആരാധിക്കുന്നതിൻ്റെ പ്രതീകമായി ഗംഭീരമായി ആഘോഷിക്കുന്ന ഒരു വാർഷിക ഉത്സവമാണ് കൊൽക്കത്തയിലെ ദുർഗാപൂജ. ഇന്ത്യ മുഴുവൻ ദസറക്കാലത്ത് ദുർഗാപൂജ നടക്കുന്നുണ്ടെങ്കിലും പശ്ചിമ ബംഗാളിൻ്റെ തലസ്ഥാനമായ കൊൽക്കത്തയിലെ ഏറ്റവും വലിയ ഉത്സവമാണ് ദുർഗാപൂജ. മഹിഷാസുരനുമേൽ ദുർഗാദേവി നേടിയ വിജയം, അതായത് തിന്മക്കുമേൽ നന്മയുടെ വിജയം പ്രകീർത്തിക്കുന്ന ദുർഗാപൂജ പശ്ചിമ ബംഗാളിൽ മതപരമായ ഒരു ചടങ്ങ് മാത്രമല്ല, എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഒരു സാംസ്കാരിക ഉത്സവം കൂടിയാണ്. അവസാനമായി ഗുജറാത്തിലെ ഗർബ നൃത്തം. ഇന്ത്യയിൽ നിന്നുള്ള 15ാമത്തെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജായി യുനെസ്കോ ഗർബ നൃത്തത്തെ രേഖപ്പെടുത്തിയ വർഷം 2023. ഈ പട്ടികയിൽ യുനെസ്കോ ഏറ്റവും അവസാനം രേഖപ്പെടുത്തിയ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ഏതെന്ന് ചോദിച്ചാൽ ഗർബ നൃത്തം. ഗുജറാത്തിലെ നവരാത്രി ആഘോഷക്കാലത്ത് ദുർഗാപ്രീതിക്കായി നടത്തപ്പെടുന്ന ഒരു പ്രധാന നൃത്തരൂപമാണ് ഗർബ. ഗർഭം എന്നാണ് ഗർബ എന്ന സംസ്കൃത വാക്കിൻ്റെ അർത്ഥം. നടുക്ക് കത്തിച്ചു വെച്ച മൺചിരാതിന് ചുറ്റുമായാണ് സ്ത്രീകൾ നൃത്തം വയ്ക്കുന്നത്. ഗർഭപാത്രത്തിൽ വളരുന്ന ജീവനെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത്. ഓർക്കുക, യുനെസ്കോവിൻ്റെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിൽ കുംഭമേള ഉൾപ്പെട്ട വർഷം 2017, കൊൽക്കത്തയിലെ ദുർഗാപൂജ ഉൾപ്പെട്ട വർഷം 2021, ഗർബ നൃത്തം ഉൾപ്പെട്ട വർഷം 2023. കുംഭമേള നടക്കുന്ന സ്ഥലങ്ങൾ പ്രയാഗ്രാജ്, ഹരിദ്വാർ, ഉജ്ജയിനി, നാസിക്. ദുർഗാപൂജ ഏറ്റവും പ്രധാനമായി നടക്കുന്നത് കൊൽക്കത്ത. ഗർബ നൃത്തം സംസ്ഥാനം ഗുജറാത്ത്. ഡിയർ ഫ്രണ്ട്സ്, യുനെസ്കോവിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ 15 ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജിനെ കുറിച്ചാണ് ഇതുവരെ വിവരിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.